വന്നിട്ട് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വാങ്ങിയിട്ട് താഴേക്ക് വെച്ചോളൂ. സാറും കൂടെ ഒന്നോട്ട് ഒടിച്ചു വെച്ചാൽ ആ ഇരട് മാറ്റാം. ഒരു മിനിറ്റ് പിടിച്ചു നിൽക്കണേ. ഒരു മിനിറ്റ് നാരായണി നമോസ്തുതേ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ലക്ഷ്മീ നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ഒരു പുതിയ സൗകര്യം ഉണ്ടാവുകയാണ്. എടപ്പള്ളിയും ഓഫീസും വിശ്രമ മന്ദിരവും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, വരുന്ന ഭക്തർക്ക് തൃപ്തി ആവുന്ന നിലയിലുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിനകത്തുണ്ടാവും. നമ്മളൊരു എല്ലാ കാര്യങ്ങളും സമർപ്പിക്കാനാണല്ലോ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. നമുക്ക് വരുന്ന ഭക്തർക്ക് പൂർണ്ണ തൃപ്തി ആവണം ക്ഷേത്രം. അതിനുള്ള എല്ലാ ചിട്ടയോടും കൂടിയുള്ള കാര്യങ്ങൾ ക്ഷേത്രത്തിലുണ്ടാവണം. അതിലൊരു നിലയിലുള്ള കുറവും വരാൻ പാടില്ല. ഒരു നിലയ്ക്കും ഒരു ഭക്തനൊരു മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രയാസം തോന്നുന്ന നിലയിലുള്ള ഒരു അനുഭവം ക്ഷേത്രത്തിൽ ഉണ്ടാവാൻ പാടില്ല. കമ്മിറ്റിയാണെങ്കിൽ കമ്മിറ്റി എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സൗകര്യങ്ങളുണ്ടാകും. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ പ്രധാനമാണ്. ഓഫീസൊക്കെ വളരെ അത്യന്താപേക്ഷിതമാണ്. ഓഫീസ് എന്ന് പറയുന്നത് ഹൈടെക് ഓഫീസാവണം നടക്കേണ്ടതുണ്ട്. അപ്പോൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കണം കാലത്തിനനുസരിച്ച്. കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ ഒരു സമയബന്ധിതമായി പണി പൂർത്തീകരിക്കാനാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പണി പൂർത്തിയായി വരുന്ന സമയത്ത് ചിലപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് ഞാൻ ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നാലും പണി പൂർത്തിയാവുമ്പോൾ പറയണം. എന്നിട്ടാളെ നിങ്ങൾ മറക്കരുത്. എന്തായാലും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും വന്നിട്ട് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുരളീധരനെ ഒരുപാട് കമ്മിറ്റിയുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതേപോലെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.